പത്രോസ് തരളിതനായി കാണപ്പെടുന്നു. ചടങ്ങ് കഴിഞ്ഞു. അവർ വേഗം പുറത്തു കടന്നു. പത്രോസ് പറയുന്നു, ദൈവത്തിന് സ്തുതി, ഞാൻ അങ്ങ് മടുത്തുപോയി. ഒരു നിമിഷം കൂടെ നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയുമായിരുന്നില്ല. ജോസഫ് എന്തു പറയുന്നു? അവർ കർമ്മം പൂർത്തിയാക്കി പോലുമില്ല. സാരമില്ല എന്റെ മകനെ, നിന്നെ കാഴ്ചവയ്ക്കാനുള്ള ആൾ നിനക്കുണ്ട്. നമുക്ക് പോയി കർത്താവിനുള്ള സ്തുതിയുടെ ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാം. നിന്നെപ്പോലെയുള്ള ഓമനത്വം നിറഞ്ഞ ഒരാട്ടിൻകുട്ടിയെ. ജോസഫേ, എന്റെ നന്ദി ഞാൻ നിനക്ക് തരുന്നു. മകനെ, ഈ വലിയ സ്നേഹിതനോട് നന്ദി എന്ന് പറയൂ. ജോസഫ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ അവർ നിങ്ങളെ വളരെയധികം അധിക്ഷേപിക്കുമായിരുന്നു. സൈമൺ, നിന്നെപ്പോലെ നീതിമാനായ ഒരാളെ സഹായിക്കാൻ ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. തീർച്ചയായും മറ്റുള്ളവരെയും കൊണ്ടുവരുമല്ലോ. നമുക്ക് പോയി ഗുരുവിനോട് പറയാം.